ഒരു വെൽനസ് സെന്ററിൽ മാനേജർ പോസ്റ്റിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് നിയമനം ലഭിക്കുന്നു. തുടർന്ന് വെൽനസ് സെന്റർ പ്രവർത്തനം എന്ത് തരമാണെന്ന് തിരിച്ചറിയുമ്പോൾ പുതിയ മാനേജർക്ക് കിട്ടുന്ന പണിയാണ് ഇന്നത്തെ ഓ മൈ ഗോഡ് കെണി. ബയോഡേറ്റ് വന്നെടുക്കൂ. അശ്വതി അല്ലേ? ഇത് വെൽനസ് സെൻ്ററാണ്. കാരണം വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്കൊരു ആളുടെ ഒരു ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാം ഇതിനകത്ത് പെടും. അതിൽ കേട്ടിട്ടില്ലയോ? കേട്ടിട്ടുണ്ട്. ഇതിനകത്തെ അപ്പോയിൻമെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് താഴെ പേരെഴുതി ഒപ്പിടണേ വായിച്ചതിന് ശേഷം. സർ, മാനേജറായിട്ട് ഇവിടെ കിള്ളൂരിപ്പോൾ പിന്നെ അശ്വതി എന്ന് പറഞ്ഞിട്ട് മാമാണ് വന്നിട്ടുള്ളത്. ആ പുള്ളിക്കാരിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ടെൻഷനുണ്ടോ? എന്തിനാ ടെൻഷൻ? നമ്മൾ വരുന്ന കസ്റ്റമർ അവർ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കും എന്താണ് സർവീസ് വേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ സർവീസ് പറയും. അപ്പോൾ അവർ നമ്മളെ അത് അക്കോമഡേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഇതൊക്കെയാണുള്ള ഹെർബൽ ഫേഷ്യൽ, സ്കിൻ റെജുനേഷൻ തെറാപ്പി, ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ ആൻഡ് സ്കാൽപ്പ് കെയർ. സംസാരിക്കണം, കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യണം. ഒരു പ്ലസൻ്റ് ആയിട്ട് ഇപ്പം നല്ല പേടിച്ച് തൻ്റെ ബുദ്ധൻ ഇരിക്കും പോലൊക്കെ ഇരിക്കുകയാണ്. കസ്റ്റമറാണ്. ഹായ് സാർ. ആ ഓക്കെ. ആ ഒന്ന് കാണിക്കോ? ആ ഓക്കെ ഓക്കെ. ആ ശരി, മേൾപ്പോഴും അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാം ഓൺലൈൻ ആണല്ലോ, ഓഫ്ലൈൻ വളരെ കുറവല്ലേ. പിന്നെ ഇനി എന്തുണ്ട് ഡൗട്ട് ചോദിക്കൂ. ഇനി അടുത്ത വരുന്നേക്ക് കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യേണ്ട, ഞാൻ ഇനി അറ്റൻഡ് ചെയ്യില്ല. അശ്വതിയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ 3 കസ്റ്റമറിനെ കാണിച്ചു തന്നു. ഓക്കെ, നാളെ വരണല്ലേ? പിന്നെ വരണ്ടേ? അപ്പോയിൻമെന്റ് ലെറ്റർ ഇന്നല്ലേ തന്നത്, അപ്പൊ നാളെ വരണം. ബുക്ക് ചെയ്തിട്ടുണ്ടോ സർ? ഓ അല്ല, വന്നത് കുറച്ച് അറിയാൻ വേണ്ടി കാര്യങ്ങളൊന്നും അറിയാൻ മാനേജർ. പിന്നെ എന്തൊക്കെയാണ് പരിപാടികൾ ഇവിടെ? നമ്മൾ ഹെർബൽ കാര്യങ്ങൾ, തെറാപ്പി കാര്യങ്ങൾ, ഫേഷ്യൽ, പിന്നെ മിക്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റേറ്റ് അങ്ങനെ നെഗോഷ്യബിൾ റേറ്റുകളൊക്കെയാണ് അല്ലേ? പറഞ്ഞു. നോർമൽ റേറ്റ് ഒക്കെ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് 5 വർഷം. സാറിന് ഏത് സർവീസാണ് വേണ്ടല്ലേ ചോദിക്കും. സർവീസ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും ഒന്നുകൂടെ. മിക്സിംഗ് ഉണ്ട്. ആ ഉണ്ട്. മിക്സിംഗ് പ്രൊഫഷണലോ? പ്രൊഫഷണലായിട്ട്. റേറ്റ് എങ്ങനെ? 2000. അതൊക്കെ പറഞ്ഞു. 2000. അതായത് മിക്സിക്കാണോ നോർമൽ? രണ്ടും നോർമലി 2000, മറ്റേത് 5000. മിക്സിങ് 5000. മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട്? 12 സ്റ്റാഫ്. ഒന്ന് റൂം വന്നോട്ടെ. ഇവിടെ ചെറിയൊരു പരാതി കാര്യങ്ങളൊക്കെ കിട്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇല്ല, പരാതിയായിട്ട് അങ്ങനെയൊന്നുമില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് കസ്റ്റമർ ഉള്ളതല്ലേ അല്ലേ? ഇതൊക്കെയാണ്. അത് കുഴപ്പമില്ല, പുറത്താളുണ്ടല്ലോ. അതാരാണ്? നോക്കിയാൽ അനിൽ ഭായി
അനു അത് നോക്കിയേ. 2-3 റൂം തുറക്കുന്നില്ല. 2-3 സ്ത്രീകൾ ഇറങ്ങി ഓടായിരുന്നു. കുഴപ്പമില്ല. തുണിയും പോലും ഇല്ല. ഹലോ കുഴപ്പമൊന്നുമില്ല മാം, ധൈര്യമായിട്ടേ. എന്തോ നടന്നു? എന്തുവാ ഇങ്ങോട്ട് വാ. പേടിക്കല്ലേ, പേടിച്ചാലാണ് പ്രശ്നം. ഷർട്ട് ഇട്ട് ഇത് ഷർട്ട് ഇടണം. എന്തോന്ന് ഇത്? Just wait. ഈ ഇൻസ്പെക്ഷന്റെ ഭാഗമാണ് നിങ്ങൾ വെയിറ്റ് സാറേ എനിക്ക് കാര്യം പറയണ്ട. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇരിക്കാൻ പറഞ്ഞില്ലേ? പറ, നീ സംസാരിക്കും. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇതുപോലെ മാനേജ് പോസ്റ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞ് അപ്പം വിളിച്ചു, ഞാൻ വന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും ആ അതെ. എന്താണ് സാറേ വിഷയം? വിഷയം എന്താണ്? ആരിതൊക്കെ? സാറേ മാനങ്കത്തിലെ സാറേ ഞാനേ സമൂഹത്തിൽ ഇത്തിരി വില നിനക്ക് എന്തോ സംശയം ഒരു സംശയമില്ല. ഞങ്ങളുടെ മെമ്പർ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഈ സംഭവം നിങ്ങൾ വയസ്സ് ചെയ്തിട്ടുണ്ടല്ലോ വൈറ്റ് ഡ്രസ് അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളിനെ കാണാൻ വരും. ഇവിടെ വരും. ഇത് മിക്സിംഗ് ആണ്. എന്തോ സംഭവം പറഞ്ഞ എന്താ മിക്സിങ്? അത് കോഡാണ്, കോഡ്. ഇപ്പം നിങ്ങളോട് എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു സ്റ്റാഫുകളാണ്. അപ്പം മാനേജറായിട്ട് ഓക്കെ. അപ്പം നമ്മൾ കൊണ്ട് അപ്പം അതിന് വെച്ചു എനിക്ക് അല്ലാതെ സത്യമായിട്ട് സാറേ ഞങ്ങൾക്ക് വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതേ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ വരും? അല്പമെങ്കിലൊക്കെ ഇത് വേണ്ട, മാന്യത വേണ്ട. ഒരു കച്ചവടം നടത്തുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം വേണം. ഞങ്ങളെപ്പോലുള്ള മാന്യന്മാർ ഇവിടെ ഇനി എങ്ങനെ വന്ന് കയറും? ഭാര്യ അറിയാതെ മക്കളറിയാതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഇവിടെ വച്ച് നടത്തി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വരില്ല. ഇതിനേക്കാളും വിശ്വാസമുള്ള 2 സ്ഥലത്ത് എന്നെ വിളിക്കാണ്, ഞാൻ പോയില്ല. സാറേ വനിതാ പോലീസിനോട് കളിയാക്കുന്നത് ഇല്ല സാറേ, ഞാൻ പറയാം. നിന്റെ നാടവിടെ നാട് പുത്തൂർ, നെടുമങ്ങാട്. നിനക്ക് എവിടെ? നിന്റെ നാടവിടെ? വെമ്പായം. എന്റെ പേരെന്തോ? രാജശേഖരൻ. എന്തോ ബിസിനസ്? എന്തോ ജോലി? ഞാൻ ഫ്രൂട്ട്സ് ബിസിനസ്. അപ്പം ഫ്രൂട്ട് സാലാഡ് അവിടെ വന്നേ. ശരിക്കാടാ? അല്ല, ഞാൻ മോളെ കാണാൻ വന്നു. എന്നിന്റെ മോളോ? എന്തോ അല്ല, ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ റൂം അടച്ചിട്ട് നൈറ്റ് ഇട്ടുണ്ടോ മോളെ കാണാൻ? എന്റെ ഷർട്ട് എങ്ങനെ ഇറങ്ങിനായ? ഷർട്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടപ്പം ഫോട്ടോ എടുക്കരുന്ന് ഫോട്ടോ ഒന്നും എടുക്കല്ലേ, ഫോട്ടോ മറച്ചു ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിയല്ലേ അല്ലേ? എനിക്ക് മാനേജർ എന്ന് ഇവിടുന്ന നിങ്ങളല്ലേ ഇത് ഡീൽ ചെയ്യേണ്ടത്? കൊടുക്കുന്നതിനാണ് നിങ്ങളാണ് മാനേജർ, അപ്പൊ നിങ്ങൾ തന്നെ ഇത് അവരറിയേണ്ട ആവശ്യമില്ല, ഞാൻ അറിയേണ്ട ആവശ്യമില്ല. 10 മിനിറ്റിന്റെ അല്ല കേസ്. നിങ്ങളല്ല മാനേജർ. ഒപ്പിട്ട് എന്റെ ഫ്രണ്ട് ഇന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു എല്ലാം ചെയ്യും. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട മാനേജർ അല്ലേ? എന്താണ് പറഞ്ഞത്? ഇവിടെ ആയുർവേദത്തിന്റെ മിക്സിംഗ് അവിടെ മിക്സിങ്, എല്ലായിടവും മിക്സിങ്. അതാണ് ഇവിടെ. നിങ്ങൾ ഇതിപ്പോ നിങ്ങൾ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നമുക്ക് രക്ഷപ്പെടാം. എനിക്ക് രക്ഷപ്പെടണ്ട, ഞാൻ പൊക്കോളാം. എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, തൊലഞ്ഞു പൊക്കോളാം. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. മാനേജറിന് വിളിക്കരുത്, ദൈവത്തെ ഓർത്ത്. അപ്പൊ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവരുടെ കയ്യിലാണ്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തു ശല്യം ഞാൻ ചെയ്തത്? നിങ്ങൾക്ക് എന്തു ദ്രോഹമാണ് ഞാൻ ചെയ്തത്?
ഇപ്പൊ നമുക്കല്ലേ മാനേജർ ദ്രോഹം ചെയ്യുന്നത്, ഇത് മാനേജറല്ലേ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് എന്റെ ജോലിയും കൂടെ പോണ കാര്യമല്ലേ, മാനേജർ എങ്ങനെ ജോലിയാ? പിന്നെ ഇത് ജോലിയല്ലേ, എനിക്കിത് ജോലിയാണ്, ഇവർക്കിത് ജോലിയാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ജോലിയാണ് ഇതൊക്കെ. മാഡം ഒന്ന് സംസാരിച്ചാൽ മതി. മാനേജർ സംസാരിച്ച പ്രശ്നമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അവർ സംസാരിച്ച് ഡീൽ, മുമ്പൊക്കെ ഇരുന്ന മാനേജർ അങ്ങനെയല്ലേ. നിങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യാം. നമുക്ക് സംസാരിക്കാനൊന്നും ആവശ്യമില്ല. പിന്നെ പട്ടാഴിയമ്മേ, എന്റെ അമ്മ. അമ്മേരെ പേര് പട്ടാഴി എന്നാണോ? മാനേജറെ മേലെ നീ ഇത് നമ്മൾക്ക് കാണിക്കരുത് കേട്ടാ. വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലം. നമ്മള് മാനേജർ വന്നിരിക്കുന്നത് അപ്പോഴേ നമ്മളിവിടെ ഉള്ളപ്പോ മാഡം ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ ഇരിക്കുകയല്ലേ. അല്ല, വേറൊരു പുള്ളി ഉണ്ടല്ലോ ഇവിടെ. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പം. ഇഷ്ടംപോലെ ചേട്ടന്മാര് വരാറുണ്ട്. ഇവിടെ ഒന്ന് എന്നോട് സംസാരിച്ച ചേട്ടനാ. ഞാൻ വന്നപ്പോൾ ആരാണ് മാനേജർ? രണ്ട് സ്റ്റാഫ് അശ്വതി ബീറ്റി. ഞാനൊരു കാര്യം ചോട്ടെ, ഇത് നിങ്ങൾ വന്നപ്പോൾ മാനേജർ നിങ്ങൾ സംസാരിക്കും. ഇവിടെ മാനേജർ ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല. എന്തോ വിശ്വാസയോഗ്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തോന്നാണ് ഇതൊക്കെ? നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റും. നിങ്ങളൊന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ സംസാരിക്കും മാഡം. റെഡിയാക്കി ഞാൻ പൊക്കോട്ടെ എന്തായാലും. എന്തൊരു പേപ്പർ? അയ്യോ, അതിങ്ങനെ കീറി കളഞ്ഞ വേറെ കൊടുക്കണ്ടേ? വേറെ അല്ല, അവര് ഇത് 6 മാസത്തിലൊരു കുഞ്ഞ് എനിക്ക് ജനിക്കുന്നത് അറിയാമോ? ഒരു പട്ടികളുടെയും ഒരെണ്ണത്തിനെ ഇല്ലാണ്ട് ഞാൻ നോക്കിയത്. പകരം എന്റെ കുഞ്ഞിനെ നോക്കിയത്. എന്റെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ കയറി വരുന്നത്. അല്ലാണ്ട് ഒരു പരിപാടിക്ക് വരെ ഞാൻ വന്നത്. പിന്നെ രാജേഷനോട് ഞാൻ കൊടുത്തോളാം, അവന്റെ വീട്ടിൽ പോയി ഞാൻ കൊടുത്തോളാം. ഞങ്ങളുടെ മെമ്പർ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. പണിക്ക് നോക്കോട്ടെ കളവാ. നാളത്തെ കാര്യം ഞാൻ പറഞ്ഞത് മറക്കരുത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2 ഫ്രൂട്ട്സ് എക്സ്ട്രാ. ഓക്കെ, ഓരോരുത്തരുമേം വേണ്ട, എനിക്ക് ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ ഇവിടുന്ന് പോകണമെങ്കിൽ ഒരുമിച്ചല്ലേ പോകാൻ പറ്റും. നാണക്കേടല്ലേ. ഞാൻ ഈ വലിയ ഇറങ്ങി നാട്ടുകാരെ മൊത്തം വിളിച്ചു. അപ്പൊ നിങ്ങൾ ഇതിലുണ്ടല്ലോ. ഇനിയിപ്പൊ നിങ്ങൾ ആരെ വിളിച്ചോണ്ട് വന്നാലും നിങ്ങൾ ഇവിടുത്തെ ആളല്ലേ, ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ. മാനേജരായല്ലേ ഇപ്പൊ ഓ എപ്പോഴേ ഞാൻ അവരെ മുമ്പ് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. വിഷമം വിചാരിക്കരുത് കേട്ടാ. അയ്യോ, ഒന്ന് മാറി തുടരെ തൊട്ടത് ഒരു കാര്യം തുടരുന്നു പറഞ്ഞിട്ടെന്നെ തൊട്ടു തുടരുത് തന്നെ. ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്? അശ്വതി ബീറ്റി എന്ത് ഇങ്ങനെ ആയിപ്പോയാ? അശ്വതി ബീറ്റിയാ? അതാര്? ബാബുവിന്റെ നഗമേടെ മോള്. അമ്മ അശ്വതി ബീറ്റി എന്നാണോ പേര്? എനിക്കറിയാം. മാനേജർ അവിടെ തെറുപ്പൊക്കെ കണക്ക് ഇന്ന് അവര് വന്ന് കൊണ്ടുപോയില്ല. പിന്നെ പോയി കിടക്കട്ടെ, ഞാൻ പോയി രക്ഷപ്പെടും. എനിക്കിത് ആദ്യത്തെ കാര്യമൊന്നും ഞാൻ പറയാം. കേക്ക് നമുക്ക് എവക്ക് പിടിപാടുണ്ട്, എവള് രക്ഷപ്പെടും. നമ്മൾ മുന്നിലും കുടുങ്ങും. എനിക്ക് എന്റെ ബിസിനസ് കാര്യങ്ങളുണ്ട്. ബെമ്പായത്തുണ്ട്, വെഞ്ഞാറുമുണ്ട്, നെടുമങ്ങാണ്ട്, 3 ഞാൻ ഒരു പറയണ കാര്യം ഒന്ന് കേക്ക് പ്ലീസ്. നമുക്ക് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതും പറഞ്ഞതും ഒക്കെ എന്റെ വീട്ടിലെ മെമ്പറിനോടും പഞ്ചായത്ത് സെക്രട്ടറിയോടും എല്ലാവരോടും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ പേര് പറയാം, രാജശേഖരൻ പിള്ള എന്നുള്ള കാര്യം അവരറിയാം, അവർക്കറിയാം. എനിക്ക് രാജശേഖരൻ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ പറയരുത്, അത്രേ ഉള്ളൂ. പ്ലീസ് എന്നെ ഇത്തിരി രക്ഷപ്പെടുത്ത, ഞാൻ പൊട്ടോ. എന്നെ വെള്ളോട്ട് തിറക്കാൻ പറ്റും? അയ്യോ, മാനേജർക്ക് എത്രയടി? 50,000 രൂപ. 55 രൂപയാണോ? അതെ, 40,000 രൂപ സാലറി ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളായിരുന്നാ? പിന്നെ ചുമ്മാ 45,000 രൂപ തരുമോ? ഞാൻ എന്നെക്കാട്ടിൽ ആദ്യം പറഞ്ഞത് മിക്സിംഗ് ഉണ്ട്, ഫേഷ്യൽ ഉണ്ട്, ഹെർബൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അവരെടുത്തോ? ഈ പറഞ്ഞവരടുത്തും പറഞ്ഞ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ മിക്സിങ് എന്താണെന്ന് പറഞ്ഞൂടായിരുന്നു? മിക്സിങ് ഇതൊന്നും. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? ഇത് ആര് പറഞ്ഞു? എല്ലാം അറിയായിരിക്കും. അതെ, അപ്പൊ ഇതൊക്കെ ആര് പറഞ്ഞു? അപ്പൊ ചോദിക്കണ്ടേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാന്ന് വിചാരിച്ചു. അപ്പം
അവര് മാനേജറാണ്, അവര് ഏറ്റവും പറഞ്ഞത്. ഞാൻ ഏൽക്കൂല. ഞാൻ ഏൽക്കൂല. സൈൻ ചെയ്യണേ. ഞാൻ ഏൽക്കൂല. ഞാൻ ഏൽക്കൂല. എന്റെ അമ്മ സത്യം ഞാൻ ഏൽക്കൂല. ഞാൻ 10 മിനിറ്റ് അവിടെ വന്നു. ഞാൻ ഒന്നും ഏൽക്കൂല. സംസാരിച്ച പ്രശ്നമില്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് മാനേജർ മതി. ഞങ്ങൾക്ക് മാനേജർ മതി. അവരുടെ സ്റ്റാഫ് ഞങ്ങൾക്ക് എന്താ ഇരിക്കവിടെ ഇത്ര സി ഐ ബന്ധപ്പെട്ടുണ്ട്. സി ഐ ഇപ്പോൾ വരും. സി ഐ 2 വരുന്ന പോലീസിനെ കൊണ്ടുവരാൻ പറ്റും. സാറൊക്കെ അവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പോവാൻ പറഞ്ഞല്ലേ, പറ്റിച്ചല്ലേ നമ്മൾ. നിങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റൂലല്ലേ? അവിടെ ഞാൻ ഉള്ള പോകുന്നത് എന്തിനാണ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഞാനും ചോദിക്കട്ടെ, ഞങ്ങൾ ഈ വീട്ടിനകത്ത് ഞങ്ങൾ മണ്ടമാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വെൽനസിന്റെ മറവിൽ അനാശാസ്യം. പുതിയ മാനേജർ. ഇനിയിപ്പോ ഞങ്ങൾക്ക് പുതിയ മാനേജർ പുതിയ മാനേജർ. ഓക്കെ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടോ? സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടോ? അത് എപ്പോൾ വാങ്ങി ഞാൻ അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ 10 മിനിറ്റ് കൊണ്ട് മാനേജറായി ചെയറിലിരിക്കുക. ഇതെവിടെ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ ചെയ്താരാ? ഇല്ല. ഒരു ഫ്രൂട്ട്സ് മുതലാളിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നൂടെ സാർ? നല്ല ജ്യൂസ് അടിക്കാം. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു? ഇയാളല്ലേ ചെയ്തത്? പിന്നെ ഞാൻ എന്ത് ചെയ്തു? മിക്സിങ് ഹെർബൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു കൊടുത്തല്ല. ഇത് അത്രയും അറിയാവുന്നോണ്ടല്ലേ അതൊക്കെ ഊണാ പറഞ്ഞു കൊടുത്തത്. അതൊന്ന് രണ്ടാമത്തെ വന്നു. ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്. മിടിക്കാണ് കേട്ടോ, എങ്ങനെ പിടിച്ച് നിന്നു. അതുപോലെ തന്നെ വന്നത് സ്കോഡാണോ അല്ലയോന്നറിയോ, അങ്ങ് വന്നപ്പോ അങ്ങ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ വരുമ്പോ അറിഞ്ഞൂടെ ഇത് വരുന്നത് എങ്ങനത്തെ ആൾക്കാരാണെന്ന്? മറ്റൊക്കെ ഇങ്ങനെ വരുമോ? ശരി, അശ്വതി പിറ്റി എന്നെ എന്റെ പൊന്നിന്റെ സാറേ, എനിക്കൊരു കുഞ്ഞുണ്ട്. ഇത് നോക്കി കളിക്കരുത്. എടുത്തല്ലേ, ഒരു ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. എന്റെ എടുക്കണ്ടല്ലോ, ഞാൻ വേണ്ടല്ലോ. എന്തിനാ ഉദ്ദേശം? എന്റെ മടിയിൽ കയറി ഫോട്ടോ എടുത്ത് പിന്നെ താ മാത്രം മാനേജറായിട്ട് 45,000 രൂപയും മേടിച്ചിട്ട് ഞങ്ങൾ സൂക്ഷിക്കാനാ. സുഗത വെൽനസോട്ട് ഇങ്ങനെ യാതൊരു ബന്ധമില്ല. എനിക്കും ഇല്ല. ഞങ്ങൾ ഇതെല്ലാം സജീവമായിട്ട് വന്നേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ? ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ? മീഡിയക്കാരെ വിളിക്കണ്ടേ? ഇവനൂടെ ഉണ്ടായിരുന്നോ? ഇവനറിയോ? ഇതേ ഓ മൈ ഗോഡിന്റെ പ്രാങ്ക് ഷോയാണ്. വേറെ ഒന്നും അല്ല. ഇവരൊക്കെ സീരിയൽ നടന്മാരാ.